ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബില്ലുക്ക വേൾഡ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊന്ന് മുട്ട ഫ്രൈ ചെയ്ത് നോക്കട്ടോ. ഇങ്ങനെ മുട്ട ആരും പൊരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ പറയണമെന്നും കേട്ടിട്ടില്ല. അതിൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉമ്മ പണ്ടത്തെ കാലത്തൊക്കെ ഓൽക്ക് ഉണ്ടാക്കി കൊടുത്താണെന്ന് പറയും. അന്നൊക്കെ നമുക്ക് ഭക്ഷണം തന്നെ കുറച്ചുള്ളതായിരുന്നു. അപ്പോൾ കൂട്ടാൻ കുറേ ആൾക്കാരുണ്ടാവും. ഒരു മുട്ട രണ്ട് മുട്ടയൊക്കെ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും കൂട്ടാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം എല്ലാവർക്കും വേണ്ടി എന്നാൽ കുറേ മുട്ട കൂട്ടാൻ ഉണ്ടാകുമാണെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്ത് ഒരു മുട്ടൻ്റെ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിക്ക് വേണ്ടതാണ് ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മെയിനായിട്ട് കുറച്ച് ചോറ് വേണം കേട്ടോ. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ചെറിയുള്ളി എടുക്കുമ്പോൾ അതിൻ്റെ പകുതി വെളുത്തുള്ളി എടുത്താൽ മതി കേട്ടോ. അതേ അളവിലെടുത്താൽ ആ വെളുത്തുള്ളിൻ്റെ ചുവ കുറച്ച് കൂടുതലായി പോകും. അപ്പം അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടും. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുട്ട യൂസ് ചെയ്യാൻ നമ്മൾ 2 മുട്ടയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് അത്ര മുട്ട വേണോ അത്രയും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ 2 മുട്ട എടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാണ്ട് ചെയ്യണത്. നല്ലോണം പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്പൂണോട് ഇളക്കിയേക്കാണ്. അപ്പോൾ നിങ്ങളിഷ്ടം പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ വെച്ചാൽ പാൻ ചൂടാക്കുക. പിന്നെ സാധാ മുട്ട ഒരുക്കണ മാതിരി തന്നെ ഒഴിച്ച്, പക്ഷേ മറ്റിൻ്റെ കുറച്ച് ടൈം എടുക്കുമെന്ന് വേവാൻ. ഇതിൽ ചോറും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ നന്നായി വേവണ വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു ഭാഗം വെന്തതിന് ശേഷം മറ്റേ ഭാഗം കൂടി വേവാൻ വേണ്ടി മറിച്ചിടണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എനിക്കത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കണതാണ് ഭയങ്കര ഇഷ്ടം. കട്ടൻ ചായ വിട്ടൊരു കളിയില്ല, അതിൻ്റെ കൂടെ കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ചോറിന് ഇപ്പോൾ നമ്മൾ മുട്ട പൊരിച്ചങ്ങാണ്ട് ചോറ്റക്ക് കൂട്ടാനൊക്കെ തിന്നലില്ല, അതേമാതിരി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആയൊരു വിഭവമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മളെ വീട്ടിലുള്ള ചെറിയ സാധനം കൊണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഇനി പെട്ടെന്ന് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കൂട്ടാനാണ്, മുട്ട ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ 2 ഭാഗം നന്നായി വെന്തുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വെന്തുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ അതിങ്ങനെ മുറിച്ചെടുക്കുകയാണ്. 4 പീസാക്കി മുറിച്ചാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിങ്ങാണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ, നമ്മൾ മുട്ട പൊരിച്ചിങ്ങനെ കഷ്ണങ്ങളാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഞാനെൻ്റെ ഡെലിവറി ടൈമിലൊക്കെ അമ്മേനോട് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ ഇങ്ങനെ പൊരിച്ചെന്നാൽ മതി എന്നാണ് പറയില്ല. എനിക്ക് ഇങ്ങനെ പൊരിച്ച് കഴിക്കണതാണ് ഇഷ്ടം. കുറച്ച് പണിയുണ്ട്. ഉള്ളിയൊക്കെ തൊലിച്ച് മറ്റേ ഉള്ളി അരിഞ്ഞില്ലാതെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചതവാക്കി ഇട്ടുകൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ താങ്ക് യു.